തായ്ക്കിങ് ഞാവലാണ്. തായ്ക്കിങ് ഞാവലിൻ്റെ ഒരു 4 അടി തൊട്ട് 5-5.5 അടി വരെ വലുപ്പമുള്ള തൈകളാണ് തായ്ക്കിങ് ഞാവൽ. നമ്മൾ നേരത്തെ അതിൻ്റെ ചെറുതൈകൾ കാ പിടിച്ചതും ഫ്ലവറുള്ള തൈകളും കണ്ടായിരുന്നു. ബ്ലാക്ക് ഞാവലിൽ ഏറ്റവും പെട്ടെന്ന് കായ്ക്കുന്നൊരു വെറൈറ്റിയാണ് നമ്മൾ ഈ കാണുന്ന തായ്ക്കിങ് ഞാവൽ. കർക്കാകരം പേരയുടെ പുതിയൊരു ബാച്ചും കൂടിയാണ്. ഇതൊരു നിറച്ച് നമുക്ക് കാച്ച തൈകളാണ്. നമുക്കിത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു പഴുത്ത പേരയ്ക്കാണ്. അത്യാവശ്യം നല്ല കളറായിരുന്ന നല്ല പഴുത്ത പേരയ്ക്കാണ്. ഇതാണൊരു മീഡിയം സൈസ് കർക്കാകരൻ്റെ വലുപ്പം ഇതാണ്. നല്ല പിങ്ക് കളറാണ്. അത്യാവശ്യം കുരുക്കളുണ്ടാവും. നമുക്ക് തൊലിയോട് ചേർന്ന് വരെ അതിന് പിങ്ക് കളർ കിട്ടും. നല്ല പോലെ കാ പിടിക്കുന്നൊരു പേരയാണ്. ഒരു തൈയിൽ തന്നെ നമുക്കൊരു 20-25 ചെറുകായകളും ഒക്കെ ആയിട്ട് കാണാം. നമുക്ക് ഇവിടെ മറ്റൊരു പേരയും കൂടി ഉണ്ട്. നന്നായി പഴുത്തൊരു കർക്കാകരൻ്റെ. ഇതിൻ്റെ റേറ്റ് നമുക്ക് വരുന്നത് 21 സൈസിൽ വരുമ്പോൾ നമുക്ക് 600 രൂപയാണ് റീറ്റെയിൽ റേറ്റ് വരിക. വിയറ്റ്നാം മാൾട്ട മുസംബിയുടെ കാ പിടിച്ചൊരു പ്ലാന്റാണ്. ഇത് ചെറുതിൽ കാ പിടിക്കും. ഇത് എണ്ണം കുറയും തോറും കായയുടെ വലുപ്പം കൂടും. ഇതിപ്പോൾ പ്ലാന്റ് തീരെ ചെറുതായത് കൊണ്ട് മാത്രമാണ് ഈ ഒരു സൈസ് കിട്ടുന്നത്. നമുക്ക് നോർമലി വിയറ്റ്നാം മാൾട്ട വലുപ്പം വരുമ്പോൾ നമ്മുടെ കയ്യിൽ ഒതുങ്ങാത്ത സൈസിൽ വലുപ്പം വരുന്നതാണ്. ബ്രസീലിയൻ മൾബറിയുടെ വലുപ്പമുള്ള തൈകളാണ്. അത്യാവശ്യം നമ്മളൊരു 2 സ്റ്റെപ്പൊക്കെ വെട്ടി വെച്ചിരിക്കുന്ന ഒരു 5 അടി 6 അടി ഹൈറ്റുള്ള ബ്രസീലിയൻ മൾബറിയുടെ തൈകളാണ്. ഇതിൻ്റെയും അത്യാവശ്യം ക്വാണ്ടിറ്റി നമുക്കൊരു 10-100 തൈകൾ അവൈലബിൾ ആണ്. സിന്ദൂരമാവിൻ്റെ വെറൈറ്റിയാണ്. സിന്ദൂരമാവിൻ്റെ തൈകളാണ്. ഏകദേശം 125 രൂപ മാത്രം വില വരുന്ന സിന്ദൂരമാവിൻ്റെ തൈകളാണ്. നമ്മൾ ഈ കാണുന്നത് ആൾക്കാരെ അത്യാവശ്യം ചോദിച്ചു വരുന്ന നിറയാറായിട്ട് കിട്ടുന്ന നമ്മുടെ കല്ല് കെട്ടി മാവാണ്. ഹോങ്കറോൻ്റെ തൈകളാണ് ഇപ്പോൾ നിലവിലിരിക്കുന്നത്. അത് റേറ്റ് വരുന്നത് ഏകദേശം നമുക്കൊരു 350 രൂപയോളം ഇതിൻ്റെ റേറ്റ് വരും. കല്ല് കെട്ടി മാങ്കോ. സ്വീറ്റ് കാട്ടിമണാണ്. നമ്മുടെ ബനാന മാങ്കോ ഇരിപ്പുണ്ട്. സുവർണരേഖ 175 രൂപ മാത്രം വില വരുന്ന സുവർണരേഖ മാങ്കോ. കാലാപ്പാടി, നമ്മൾ കണ്ട മല്ലിക, അമർപ്പാളി. പിന്നെ നമ്മളിവിടെ കാണാതായിട്ടിരിക്കുന്നത് നമ്മുടെ ചന്ദ്രകാരൻ്റെ ബഡ് തൈകളാണിത്. ചന്ദ്രകാരൻ്റെ ബഡ് തൈകളാണ്. ഇത് നമുക്ക് റേറ്റ് വരിക ഏകദേശം ഒരു 175 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരിക. ഇതിൻ്റെ ബേക്കറിയായിട്ട് നമുക്ക് കുറച്ച് ദസരിയുടെ തൈകൾ ഇരിപ്പുണ്ട്. ദസരിയൊക്കെ നമുക്ക് നമ്മുടെ നോർത്ത് ഇന്ത്യൻ വെറൈറ്റിയാണ്. റീറ്റെയിൽ റേറ്റ് വരുന്നത് ഏകദേശം ഒരു 200 രൂപ മാത്രമാണ്. ഈ കാണുന്നത് നമ്മുടെ ആപ്പിൾ റുമാനിയ വെറൈറ്റിയുടെ തൈകളാണ്. പിന്നെ നമുക്ക് പ്രിയൂരുമാവിൻ്റെ ഗ്രാഫ്റ്റ് തൈകൾ ഇരിപ്പുണ്ട്. പുതിയ ലോഡ് വന്നതാണ്. നമുക്ക് ഏകദേശം 125 രൂപ മാത്രമാണ് ഇതിൻ്റെ റേറ്റ് വരിക. 125 രൂപ. പിന്നെ നമ്മൾ ഈ കാണുന്നതൊക്കെ നമ്മുടെ കോട്ടൂർ കോണം, നമ്മുടെ തിരുവനന്തപുരംകാരുടെ സ്വന്തമായ കോട്ടൂർ കോണത്തിൻ്റെ ബഡ് തൈകളാണ്. അത്യാവശ്യം നമുക്കൊരു 1.5 അടി 2 അടിക്ക് വലുപ്പമുള്ള ബഡ് തൈകളാണ് ഈ കാണുന്നതെല്ലാം. പിന്നെ ഇവിടെ കണ്ടതെല്ലാം നമ്മുടെ നാംഡോക്കിൻ്റെ ബഡ് തൈകൾ. ഇത് കൊളംബിൻ്റെ ബഡ് തൈകൾ, നേരത്തെ നമ്മൾ കണ്ടുപോയ തൈകളാണ്. ഇത് നീലൻ്റെ ബഡ് തൈകൾ. ഇത് ഓൾ സീസൺ മാവ്. പിന്നെ നമുക്ക് ഇവിടെയുള്ളത് നമ്മുടെ റയറായിട്ട് വരുന്ന നമ്മുടെ ചക്കരക്കുട്ടീരെ മാവിൻ്റെ തൈകളാണ്. ഈ കാണുന്നത് നമ്മുടെ ചക്കരക്കുട്ടീരെ മാവാണ്. ഇത് നമുക്ക് റീറ്റെയിൽ റേറ്റ് ഒരു ഏകദേശം 250 രൂപയാണ്. ചക്കരക്കുട്ടി നമുക്ക് വരവ് കുറവാണ്. ഇപ്പം നിലവിൽ കുറച്ച് തൈകൾ നമുക്ക് സ്റ്റോക്ക് വന്നിട്ടുണ്ട്. ഇതിൻ്റെ വലുപ്പമുള്ള തൈകൾ നമുക്ക് ഒരുവിധം എല്ലാ സമയത്തും സ്റ്റോക്ക് ഉണ്ടാവാറുണ്ട്. പിന്നെ നമുക്കിതിൻ്റെ ബാക്കിലോട്ട് ഇവിടെ കാണാനുള്ളത് നമ്മുടെ ചന്ദ്രകാരൻ മാവിൻ്റെ ഗ്രാഫ്റ്റ് തൈകളാണ്. ചന്ദ്രകാരൻ്റെ നമുക്ക് ഏകദേശം ഒരു 4 അടി 5 അടി വലുപ്പമുള്ള തൈകൾ റീറ്റെയിൽ റേറ്റ് വരുന്നത് ഏകദേശം നമുക്കൊരു 225-250 രൂപ മാത്രമാണ് ഈ സൈസ് തൈകളുടെ റീറ്റെയിൽ റേറ്റ് വരുന്നത്. ഈ കാണുന്ന 2 ബാച്ചും നമുക്ക് ചന്ദ്രകാരൻ്റെ തൈകളാണ്. ഈ വലുപ്പമുള്ള കവർ വരുന്നത് 225-250 രൂപയും ഈ ചെറുതൈകൾ നമുക്ക് റേറ്റ് വരുന്നത് ഏകദേശം ഒരു 175 രൂപ മാത്രമാണ്. ഓർണമെൻ്റായിട്ട് ഉപയോഗിക്കുന്ന നമ്മുടെ ഡിസ്മോഡിയത്തിൻ്റെ വലുപ്പമുള്ള തൈകളാണ്. ഇതിൻ്റെ ചെറുതൈകൾ നമുക്ക് അവൈലബിൾ ആണ്. ഇത് ഭംഗിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ടൈപ്പ് ചെടിയാണ്. അവന്യൂ പ്ലാന്റ്സൊക്കെ ആയിട്ട് നല്ലൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ ലീഫിൻ്റെ ഒരു കളറാണ്. നമുക്ക് ഷേപ്പ് ചെയ്ത് എങ്ങനെയാണ് കട്ട് ചെയ്ത് നിർത്താം. അത്യാവശ്യം ഒരു 5 അടി 6 അടി വരുന്ന തൈയാണ്. ഇതൊക്കെ നമുക്ക് റേറ്റ് വരുന്നത് വെറും 500 രൂപ മാത്രമാണ്. പിന്നെ നമുക്ക് ഇങ്ങോട്ട് നോക്കുമ്പോൾ ഇവിടെ കാണുന്നത് നമ്മുടെ പാകിസ്ഥാൻ്റെ ഒക്കെ മാങ്ങയായിട്ടുള്ള ഏഷ്യയിലെ ഏറ്റവും മധുരം എന്നൊക്കെ പറയപ്പെടുന്ന ചൗസ മാവിൻ്റെ വെറൈറ്റിയാണ്. ചൗസ അത്യാവശ്യം ഹൈറ്റ് നമുക്കൊരു 5-5.5 അടി ഹൈറ്റിൽ ഒരു 500-600 പീസ് നമുക്ക് സ്റ്റോക്ക് അവൈലബിൾ ആണ്. ചൗസയുടെ റേറ്റ് വരുന്നത് റീറ്റെയിലിൽ 250 രൂപ മാത്രമാണ്. നമ്മൾ നേരത്തെ കണ്ട മിൽക്ക് ഫ്രൂട്ടിൻ്റെ തൈകൾ. ഇപ്പുറത്ത് നമുക്കിവിടെ കുളമ്പ് മാവ് അവൈലബിൾ ആണ്. കുളമ്പിൻ്റെ ഗ്രാഫ്റ്റ് തൈകളുണ്ട്. ഒരു 175 രൂപ മാത്രമാണ് റേറ്റ് വരുന്നത്. അതിൻ്റെ അപ്പുറത്ത് നമുക്ക് ബങ്ങനപ്പള്ളി ഉണ്ട്. കല്ലുകെട്ടി പോലത്തെ വെറൈറ്റികളുണ്ട്. കല്ലുകെട്ടി ഹോങ്കരോൻ്റെയാണ്. പിന്നെ നമുക്ക് കാണുന്നത് നമ്മുടെ വെറൈറ്റി ആയിട്ടുള്ള ബ്ലാക്ക് കസ്തൂരി മാവാണ്. ബ്ലാക്ക് കസ്തൂരി നമുക്ക് നമ്മുടെ മലപ്പുറത്തൊക്കെ ഇപ്പോൾ കാച്ചായിട്ടൊക്കെ ഫോട്ടോസും വീഡിയോസൊക്കെ വരുന്നുണ്ട്. ബ്ലാക്ക് കസ്തൂരി നമുക്കൊരു 2-3 കൊല്ലമായിട്ട് വരുന്നുണ്ട്. പക്ഷേ കാ പിടിച്ചിട്ടില്ല എന്നൊരു പ്രശ്നം പറഞ്ഞിരുന്നു. ഇപ്പോൾ നിലവിൽ അതിനൊരു പരിഹാരം എന്ന രീതിയിൽ മലപ്പുറത്തുനിന്നൊരു ഫോട്ടോ വന്നിട്ടുണ്ട് കാ പിടിച്ചതിൻ്റെ. പിന്നെ നമുക്ക് ഇങ്ങോട്ട് നോക്കുവാണെങ്കിൽ നമുക്ക് ഈ കാണുന്ന ബനാനയുടെ ഒരു ഏരിയയാണ്. നമുക്ക് ഫ്രണ്ടോട്ട് പോകുമ്പോൾ കാണാം ബനാന. ഈ കാണുന്നത് നമ്മുടെ ഒരു 5 അടി 5.5 അടി വലുപ്പമുള്ള സുവർണരേഖ പ്ലാന്റിൻ്റെ തൈകളാണ് മാവിൻ്റെ.
വെറും 175-200 രൂപ മാത്രമാണ് ഈ സൈസ് തൈൻ്റെയൊക്കെ റേറ്റ് വരുന്നത്. നമുക്ക് ഈ കാണുന്ന സുവർണരേഖ തന്നെയാണ്. ഇത് വരുമ്പോൾ നമുക്ക് ആപ്പിൾ റുമാനിയയുടെ ചെറുതൈകളാണ്. ഏകദേശം ഒരു 3 അടി 4 അടി വലുപ്പമുള്ള റുമാനിയ മാവിൻ്റെ ഒരു 200 രൂപ മാത്രം റേറ്റിലായിട്ട് വരുന്ന തൈകളാണ്. പിന്നീട് നമുക്ക് കാണുന്നത് നമ്മുടെ മല്ലിക മാവാണ്. ഈ കാണുന്നൊരു ബാച്ച് മൊത്തം മല്ലിക മാവാണ്. വെറും 150 രൂപ മാത്രമാണ് നമുക്ക് ഒരു 4 അടി 5 അടി പൊക്കം വരുന്ന മല്ലിക മാവിൻ്റെ റേറ്റ്. പിന്നീട് നമുക്ക് ഈ കാണുന്നത് നമ്മുടെ അമർപ്പാളി എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. മല്ലികയുടെയൊക്കെ സാമ്യമുള്ളൊരു പ്രദേശമാണ്, ഒരു വെറൈറ്റിയാണ്. നമുക്ക് നോർത്ത് ഇന്ത്യനാണ് അമർപ്പാളി. റേറ്റ് വരുന്നത് ഇതും 150 രൂപ. പിന്നെ നമ്മൾ കാണുന്നത് നമ്മുടെ ചൈന ഡോൾ എന്ന് പറയുന്ന നമ്മുടെ ഓർണമെൻ്റലായിട്ട് ഉപയോഗിക്കുന്ന ചെടിയിലെ ചെറുതൈകളാണ്. നമുക്ക് ലീഫിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഒരു ടൈപ്പാണ്. ഇതിൻ്റെ വലിയ തൈകൾ നമുക്ക് അവൈലബിൾ ആണ്. ഈ കാണുന്ന മൊത്തം നമുക്ക് റീറ്റെയിൽ വരുന്നത് വെറും 60 രൂപയാണ്. ഇതാണ് നമ്മളതിൻ്റെ പറഞ്ഞ വലുപ്പമുള്ള തൈകൾ. ഇതിൻ്റെ നമുക്കൊരു 1000-1500 പീസ് നമുക്ക് സ്റ്റോക്ക് അവൈലബിൾ ആണ്. നല്ല നമ്മൾ കട്ട് ചെയ്ത് നല്ല ബുഷായി നിർത്തിയിട്ടുള്ള തൈകളാണ്. ഒരു 4 അടി 4.5 അടി വലുപ്പമുള്ള തൈകൾ. ഇതൊക്കെ നമുക്ക് റീറ്റെയിൽ റേറ്റ് വരുന്നത് വെറും 400 രൂപയാണ് റീറ്റെയിൽ റേറ്റ് വരുന്നത്. ഇതിൻ്റെ ബൾക്ക് ക്വാണ്ടിറ്റി നമുക്ക് അവൈലബിൾ ആണ്. ഈ കാണുന്നത് സ്റ്റോക്ക് മൊത്തം നമുക്ക് ഈ പറഞ്ഞ ചൈന ഡോളിൻ്റെ തൈകളാണ്. പിന്നെ ഈ കാണുന്നത് നമ്മുടെ ആസാം ലെമൺ, കാജി ലെമൺ എന്ന് പറയുന്ന ലെമൺ വെറൈറ്റിയുടെ വലുപ്പമുള്ള തൈകളാണ്. ഇതിൽ കുറച്ചൊക്കെ നമുക്ക് കാ പിടിച്ച തൈകളുണ്ടായിരുന്നു. നമുക്കത് സെയിലായിട്ടില്ലെന്നുണ്ടെങ്കിൽ കായ്കൾ കാണാൻ സാധിക്കും. ഈ കാണുന്നത് നമ്മുടെ കാജി ലെമണിൻ്റെ കായ്കളാണ്. കാജി ലെമൺ, ആസാം ലെമൺ എന്നൊക്കെ പറയും. ബോളല്ല വരും. ഇത് ലെങ്ത്താണ് ഇതിൻ്റെ പ്രത്യേകത. നീളനായിട്ട് വരും. നമ്മുടെ ഒരു കൈപ്പത്തിയിലൊക്കെ നീളം വരുന്ന ടൈപ്പ് നാരകമാണ്. നമുക്കിത് പുളി കുറവാണ്. നമുക്ക് സലാഡിനൊക്കെ അരിഞ്ഞിടാൻ നമ്മുടെ നോർമൽ ചെറുനാരകത്തിനേക്കാളും നല്ലതാണ്. നമുക്ക് അവിടെ അമർപ്പാളിയിലെ വലുപ്പമുള്ളൊരു ബാച്ചും കൂടിയുണ്ട്. ഈ കാണുന്നത് നമ്മുടെ അമർപ്പാളിയിലെ അത്യാവശ്യം വലുപ്പമുള്ള ഒരു 5 അടി 6 അടി വലുപ്പമുള്ള തൈകളാണ്. നമുക്കിതിൻ്റെ റേറ്റ് വരുന്നത് വെറും 250 രൂപയാണ് ഈ സൈസ് മാവിൻ്റെ റേറ്റ് വരുന്നത്. ഇതിൻ്റെ ബൾക്ക് ക്വാണ്ടിറ്റി നമുക്ക് അവൈലബിൾ ആണ്. അമർപ്പാളി നമുക്ക് നോർത്ത് ഇന്ത്യൻ വെറൈറ്റിയാണ് വരുന്നത്. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ ജയൻ്റ് വ്യൂവിൻ്റെ വലുപ്പമുള്ള തൈകൾ നമ്മൾ പുതുതായിട്ട് റീബാഗ് ചെയ്തിട്ടേക്കുന്നതാണ്. നമുക്കൊരു 4-5 മാസം കൊണ്ടൊക്കെ സെയിലിനുള്ള കണ്ടീഷനിലേക്ക് ആയി മാറും. ഇതിപ്പോൾ നമുക്ക് വിൽക്കാനുള്ള തൈകളും നിലവിൽ അവിടെ സ്റ്റോക്ക് അവൈലബിൾ ആണ്. നമ്മൾ കാണുന്നത് നമ്മുടെ N18 റംബൂട്ടാൻ്റെ വലുപ്പമുള്ള തൈകളാണ്. ഇപ്പോൾ നമ്മളൊരു പാർട്ടിക്ക് വേണ്ടി എടുത്ത് മാറ്റി വെച്ചിരിക്കുന്ന തൈകളാണ്. അത്യാവശ്യം ഒരു 10 അടിക്ക് വലുപ്പമുള്ള N18 തൈകളാണ് ഇതെല്ലാം. നമുക്ക് ഫ്ലവർ ചെയ്തിരുന്ന ബാച്ചാണ്. ഒരു 4 കൊല്ലം ഒക്കെ പഴക്കമുണ്ടാവും തൈകൾ. ഇതിപ്പോൾ നമുക്ക് സെയിലിനായിട്ടില്ല, ഒരു പാർട്ടിക്ക് വേണ്ടി അങ്ങനെ എല്ലായിടത്തും പ്രകാരം മാറ്റി വെച്ചിരിക്കുന്നതാണ്. പിന്നെ നമുക്കിവിടെ സെയിലിനായിട്ട് വേണമെങ്കിൽ നമ്മുടെ ഈ യെല്ലോ സീസറിൻ്റെ വലുപ്പമുള്ള തൈകൾ സെയിലിനായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് യെല്ലോ സീസറിൻ്റെ ഒരു 8 അടി 10 അടി വലുപ്പം വരുന്ന യെല്ലോ സീസറിൻ്റെ തൈകളാണ്. യെല്ലോ സീസർ എന്ന് പറയുമ്പോൾ നമുക്കൊരു 8 തൊട്ട് ഒരു 9 തൊട്ട് 12 കായ 1 കിലോ ആണ് ഇതിൻ്റെ കണക്ക്. നിലവിലിപ്പോൾ കിട്ടാവുന്ന റംബൂട്ടാനുള്ള ഏറ്റവും മധുരമുള്ള നല്ല സ്വാദുള്ള വെറൈറ്റിയാണ്. ബാക്കി റെഡ് വെറൈറ്റികളെല്ലാം മാറി നിൽക്കുന്നതാണ് പറയപ്പെടുന്നത് കഴിച്ചവരുടെ ഒരു റിവ്യൂ വെച്ചിട്ട്. യെല്ലോ സീസർ ഇതിൻ്റെയും അത്യാവശ്യം വലുപ്പമുള്ള തൈകളുടെ ക്വാണ്ടിറ്റി ഒരു 50-100 പീസ് നമുക്ക് അവൈലബിൾ ആണ്. ഇതിൻ്റെ ചെറുതൈകൾ നമുക്ക് സ്റ്റോക്ക് ഉണ്ട്. ഇതിൻ്റെ റേറ്റ് ഒരു ഏകദേശം നമുക്കൊരു 5000-6000 റേഞ്ചിലാണ് ഇതിൻ്റെ റീറ്റെയിൽ റേറ്റുകൾ വരിക. ഇതിൻ്റെ ചെറുത് നമുക്കൊരു 350 റേഞ്ചിൽ, അതിന് മുകളിൽ നമുക്കൊരു 1250 റേഞ്ചിലും അവൈലബിൾ ആണ്. അർക്കാക്കിരൻ പേരാണ് അർക്കാക്കിരൻ. ഇത് നമുക്ക് മുമ്പേ തൊട്ട് അവൈലബിൾ ഉള്ളൊരു വെറൈറ്റിയാണ്. നിറയെ ഫ്ലവർ ചെയ്യുന്ന, നിറയെ കായ്ക്കുന്ന ഒരു മീഡിയം സൈസ് കായ വലുപ്പമുള്ളതാണ്. നമുക്ക് കായകൾ എണ്ണം കുറച്ച് നിർത്തുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല സൈസായിട്ട് കിട്ടുന്ന ഒരു 300-400 ഗ്രാം വരെയൊക്കെ കിട്ടുന്നുണ്ട്. കായകൾ എണ്ണം കൂടുന്നതോറും സൈസ് കുറയും. ഇതിൻ്റെ റേറ്റ് വരിക നമുക്ക് റീറ്റെയിൽ 500 രൂപയാണ്. പിന്നെ നമ്മൾ ഈ കാണുന്നത് നമ്മുടെ സ്വീറ്റ് കാട്ടിമൺ എന്ന് പറഞ്ഞ മാവിൻ്റെ വലുപ്പമുള്ള തൈകളാണ്. സ്വീറ്റ് കാട്ടിമൺ അത്യാവശ്യം ഒരു 6 അടി 5 അടി 6 അടി വലുപ്പമുള്ള തൈകളാണ് എല്ലാം. ഇതിൻ്റെയും ബൾക്ക് ക്വാണ്ടിറ്റി നമുക്ക് അവൈലബിൾ ആണ്. ഇതൊക്കെ റീറ്റെയിൽ റേറ്റ് വരിക ഏകദേശം ഒരു 600-700 രൂപയാണ് കാട്ടിമണിൻ്റെ റീറ്റെയിൽ റേറ്റ്. കാട്ടിമൺ നമുക്കൊരു 2-3 തവണയൊക്കെ കൊല്ലത്തിൽ ഫ്ലവർ ചെയ്യുന്ന കായ്ക്കുന്ന ടൈപ്പ് തൈകളാണ്. ഇതിപ്പോൾ ഒരു പാർട്ടി എടുത്ത് വെച്ചിരിക്കുന്ന തൈയാണ്. കണ്ടാലറിയാം ഒരു 6 അടിക്ക് മുകളിലേക്ക് എന്തായാലും ഉയരമുണ്ട്. നമുക്കൊരു 600-700 ഇതിൻ്റെ റീറ്റെയിൽ റേറ്റ് വരിക. പിന്നെ നമ്മൾ ഇവിടേക്ക് വരുവാണെങ്കിൽ നമുക്ക് ഇതൊക്കെ നമ്മുടെ കാലാപ്പാടിയുടെ തൈകളാണ്. ഏകദേശം നമുക്കൊരു 4 അടി തൊട്ടൊരു 5-5.5 അടി വരെ വലുപ്പമുള്ള തൈകളാണ്. റീറ്റെയിൽ റേറ്റ് ഒരു 600 രൂപയാണ്. യെല്ലോ സ്ട്രോബെറി പേരയാണ്. റെഡ് നമുക്കിവിടെ കായ്ക്കാൻ ബുദ്ധിമുട്ടാണ്. പകരം നമുക്ക് യെല്ലോ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലപോലെ കാ പിടിക്കുന്ന, നല്ലപോലെ കായ്ക്ക് വലുപ്പം വരുന്ന ടൈപ്പ് വെറൈറ്റിയാണ് റെഡിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ. റെഡിനേക്കാൾ സ്വാദാണ്. റെഡ് ഒരു പുളിപ്പും മധുരം കൂടിയൊരു ടേസ്റ്റാണ് റെഡ്. യെല്ലോ നമുക്ക് നല്ല മധുരമാണ്, പെട്ടെന്ന് കായ്ക്കും, നമ്മുടെ കാലാവസ്ഥയിൽ നല്ല വലുപ്പമുള്ളതാണ്.
ഇതിൻ്റെ ബൾക്ക് ക്വാണ്ടിറ്റി നമുക്ക് അവൈലബിൾ ആണ്. ഇതൊക്കെ നമുക്ക് റീറ്റെയിൽ റേറ്റ് ഒരു ഏകദേശം 600 രൂപയാണ്. മിനിമം ഒരു 10 കായ വെച്ചുള്ള തൈകളാണ് ഇതിലുള്ളതിൽ കൂടുതലും. സ്ട്രോബെറി പേര റെഡിൻ്റെ തൈകളാണ്. അത്യാവശ്യം ഒരു 5-5.5 അടി വലുപ്പമുള്ള തൈകളാണ്. ഇത് നമുക്ക് ഈ പറഞ്ഞ പോലെ കായ്ക്കാൻ അല്പം താമസം എടുക്കും. എന്നിരുന്നാലും നമുക്ക് കായ്ക്കാൻ ബുദ്ധിമുട്ടില്ല, കായ്ക്കായില്ല. ഇതിൽ കായുള്ള തൈകൾ നമുക്ക് ഇതൊക്കെ കാണുന്ന ഫ്ലവറാണ് അതിൻ്റെ. ഇത് കാച്ചുള്ള തൈകളും ഇതിൽ അവൈലബിൾ ആണ്. ഈ കാണുന്നത് കായുമാണ്. ഇത് നമുക്ക് റീറ്റെയിൽ റേറ്റ് വരിക ഒരു 600 രൂപയാണ്. പിന്നെ നമ്മൾ ഈ കാണുന്നത് മൊത്തം നമ്മുടെ വൈറ്റ് ഞാവലാണ്. നമുക്ക് ചവർപ്പ് കുറഞ്ഞ് നമുക്ക് നമ്മുടെ ഒരു മുന്തിരി പോലെയൊക്കെ ഒരു മധുരമുള്ള ടൈപ്പ് ഞാവലെന്ന് പറഞ്ഞാൽ നമുക്ക് വൈറ്റ് ഞാവലാണ്. പെട്ടെന്ന് കായ്ക്കുന്ന ഒരു വെറൈറ്റിയാണ് വൈറ്റ്. നമ്മൾ ഈ കവറിൽ അത്യാവശ്യം ഡ്രമ്മിലൊക്കെ നിർത്തുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു 5-6 മാസം കൊണ്ട് തന്നെ കാച്ച് കിട്ടും ചെറുതൈകൾ. ഈ കാണുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ അർക്കാക്കിരൻ്റെ ബാലൻസ് സ്റ്റോക്കാണ്. 500 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരിക. ഇതിന് നമുക്ക് പുതിയൊരു ബാച്ചും കൂടെ അവിടെ ഇരിപ്പുണ്ട്. നിറച്ച് വലുപ്പമുള്ള നമുക്ക് പഴുത്ത കായകളായിട്ടുള്ള തൈകൾ നമുക്ക് അവൈലബിൾ ആണ്. നമുക്ക് വേണമെങ്കിൽ പറഞ്ഞാൽ കട്ട് ചെയ്ത് നോക്കാം. പിന്നെ നമ്മൾ ഈ കാണുന്നതൊക്കെ നമ്മുടെ തായ്വാൻ പിങ്ക് പേരയാണ്. ഇതിൻ്റെയും അത്യാവശ്യം നല്ല കാ പിടിച്ചിട്ടുള്ള അല്ലെങ്കിൽ പൂത്തിട്ടുള്ള തൈകൾ നമുക്ക് അവൈലബിൾ ആണ്. ഒരു 4 അടി 5 അടി വലുപ്പമുള്ള തൈകളാണ് കൂടുതലിരിക്കുന്നതും. ഒരാളുടെയൊക്കെ ഹൈറ്റ് അത്യാവശ്യം പറയാം. ഇതിൻ്റെയും ക്വാണ്ടിറ്റി നമുക്ക് കൂടുതൽ അവൈലബിൾ ആണ്. റേറ്റ് വരുന്നത് നമുക്കൊരു 500-600 റേഞ്ചിലാണ് റീറ്റെയിൽ റേറ്റുകൾ വരിക. നമ്മളിവിടെ 2 വെറൈറ്റി മാവുകൾ വിട്ടിരുന്നു. നമ്മുടെ മിയാസാക്കിയുടെ ഈ കാണുന്നത് നമ്മുടെ മിയാസാക്കിയുടെ തൈകളാണ്. മിയാസാക്കി നമ്മുടെ ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും വില കൂടിയ മാങ്ങ എന്നൊക്കെ പറഞ്ഞൊരു പരസ്യം ചെയ്തിരുന്ന ഒരു വെറൈറ്റിയാണ് മിയാസാക്കി. നല്ല റെഡ് പർപ്പിൾ കളർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അതിൻ്റെ ഗ്രാഫ്റ്റ് തൈകളാണ്. വലുപ്പമുള്ള ഒരു 5 അടി 5.5 അടി വലുപ്പമുള്ള നല്ല ബുഷായിട്ടുള്ള ഗ്രാഫ്റ്റ് തൈകളാണ്. ഇതൊക്കെ നമുക്ക് റീറ്റെയിൽ റേറ്റ് വരിക ഏകദേശം ഒരു 800 രൂപയ്ക്കാണ് ഇതിൻ്റെ റീറ്റെയിൽ റേറ്റ് വരിക. ഇതിൻ്റെ ചെറിയ ബാഗിലുള്ള ഒരു 5 അടി വലുപ്പമുള്ള തൈകൾ നമുക്ക് അവൈലബിൾ ആണ്. നമ്മുടെ റേറ്റും കൂടെ ഇവിടെ കാണിക്കാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ എല്ലാവരും ചോദിച്ചു വരുന്ന വെറൈറ്റിയാണ് ചക്കരക്കുട്ടി. ചക്കരക്കുട്ടി വലുപ്പമുള്ള തൈകൾ നമുക്ക് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. സാധാരണ ചെറുതൈകളാണ് വരാറ്. നമ്മുടെ കയ്യിൽ ചക്കരക്കുട്ടിയുടെ വലുപ്പമുള്ള തൈകളും അവൈലബിൾ ആണ്. ഇത് നമുക്കൊരു 200-250 തൈകൾ ചക്കരക്കുട്ടിയിൽ അവൈലബിൾ ആണ്. അത്യാവശ്യം ഒരു 4 അടി തൊട്ട് ഒരു 5-5.5 അടി വരെയുള്ള തൈകൾ നമുക്ക് സ്റ്റോക്ക് ഇരിപ്പുണ്ട്. ഇപ്പോൾ ചക്കരക്കുട്ടി നമുക്ക് മാവുകളുടെ റേറ്റ് വരുന്നത് 700 രൂപയാണ്. ചക്കരക്കുട്ടി അല്പം റേറ്റ് കൂടുതലാണ് ബാക്കി മാവുകൾ വെച്ച് നോക്കുമ്പോൾ. കിട്ടാൻ നമുക്ക് പ്രയാസമുള്ളതുകൊണ്ടാണ് അതിന് മാത്രം റേറ്റ് അല്പം കൂടുതൽ. ഈ ഘട്ടത്തൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ ഇന്ത്യൻ മുസംബിയുടെ തൈകളാണ്. ഈ കാണുന്നത് നമുക്ക് മാൻഡറിൻ്റെ തൈകൾ. നമുക്ക് ഈ കാണുന്നതൊക്കെ നമ്മുടെ തായ്ക്കിങ് സപ്പോട്ട അല്ലെങ്കിൽ റെഡ് സപ്പോട്ട എന്നൊക്കെ പറയപ്പെടുന്ന സപ്പോട്ടയുടെ വലുപ്പമുള്ള തൈകളാണ്. ഒരു 5-5.5 അടി വലുപ്പമുള്ള തൈകളാണ്. നമുക്ക് ചെറുതിലെ ഈ പരുവത്തിൽ തന്നെ കാച്ചു നിൽക്കുന്നതാണ്. അതിൻ്റെ കളർ വരിക റെഡ് കളർ, ഉള്ളിൽ റെഡ് കളർ വരുന്ന തായ്ക്കിങ് സപ്പോട്ട അല്ലെങ്കിൽ തായ് ജംബോ സപ്പോട്ട, റെഡ് സപ്പോട്ട എന്നെല്ലാം പറയപ്പെടും. ഇതിൻ്റെ റീറ്റെയിൽ റേറ്റ് വരെ നമുക്കൊരു 700 രൂപയാണ്. പിന്നെ ഈ കാണുന്നത് നമ്മുടെ സാന്തോൾ, സ്വീറ്റ് സാന്തോൾ എന്നൊക്കെ പറയപ്പെടുന്ന സാന്തോൾ ഫ്രൂട്ടിൻ്റെ തൈകളാണ്. കായുള്ള തൈകളും ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്. ഇത് എളുപ്പം തന്നെ കായ്ക്കുന്നൊരു വെറൈറ്റിയാണ്. ഒരു പുളിമധുരമാണ് ടേസ്റ്റ്. പിന്നെ നമ്മൾ ഈ കാണുന്നത് നമ്മുടെ ജപ്പാൻ പേരയാണ്. ജപ്പാൻ പേര കാ പിടിച്ച് നിൽക്കുന്ന ജപ്പാൻ പേരയൊക്കെ ഉണ്ട്. നമുക്ക് കാപിടുത്തം കുറവാണ്. കാപിടുത്തമല്ല, കാ പിടിക്കുന്നുണ്ട്. കാ പിടിച്ചിട്ട് പൊഴിച്ചിൽ കൂടുതലാണ് ജപ്പാൻ പേരയ്ക്ക്. അതിൻ്റെ നമുക്കൊരു 5 അടി 5.5 അടി വലുപ്പമുള്ള തൈകളൊക്കെ അവൈലബിൾ ആണ്. ഇതൊക്കെ നമുക്ക് റേറ്റ് വരെ ഏകദേശം ഒരു 700 രൂപയുടെ അടുത്ത് റേറ്റ് വരും ജപ്പാൻ പേര. ഇതിൻ്റെ ചെറുതൈകൾ നമുക്കൊരു 200 രൂപയ്ക്ക് അവൈലബിൾ ആണ്. നമ്മൾ ഈ കാണുന്ന നമ്മുടെ R2V2 അല്ലെങ്കിൽ ജംബോ റെഡ് എന്നൊക്കെ പറയും. 1 കിലോയൊക്കെ വലുപ്പം വരുന്ന ടൈപ്പ് മാങ്ങയാണ്. കേടുകൾ കുറവാണ്. അത്യാവശ്യം നല്ല സ്വാദുള്ളൊരു മാങ്ങയാണ്. നല്ലൊരു റൗണ്ട് ബോൾ ഷേപ്പുള്ള മാങ്ങയാണ് ജംബോ റെഡ് അല്ലെങ്കിൽ R2V2. ഓസ്ട്രേലിയയുടെ മാങ്ങയാണ്. ഇതൊക്കെ നമുക്ക് റീറ്റെയിൽ റേറ്റ് വരിക ഏകദേശം ഒരു 800-900 റേഞ്ചിലാണ് റീറ്റെയിൽ റേറ്റ് വരിക. പിന്നെ നമുക്കിവിടെ കാണാനുള്ളത് നമ്മുടെ ചൈനീസ് മുസമ്പിയാണ്. ചൈനീസ് മുസമ്പിയുടെ വലുപ്പമുള്ള നമ്മൾ നേരത്തെ ചെറുതൈകൾ കണ്ടായിരുന്നു. അതിൻ്റെ വലുപ്പമുള്ള തൈകളാണ്. ഒരു 4-4.5 അടി 5 അടിക്കുള്ളിൽ വലുപ്പമുള്ള തൈകളാണ്. ഇതൊക്കെയാണ് ഇതിൻ്റെ മാക്സിമം ഒരു ഉയരം പറയുകയാണെങ്കിൽ. നല്ല ബുഷായി വരുന്നതാണ്. നമുക്ക് കട്ട് ചെയ്ത് നല്ല ഷേപ്പിലൊക്കെ നിർത്താം. ഇത് ഈ പരുവത്തിലൊക്കെ കായ്ക്കുന്ന വെറൈറ്റിയാണ്. ഇതിൻ്റെ റീറ്റെയിൽ റേറ്റ് വരെ നമുക്ക് ഏകദേശം ഒരു 600 രൂപയാണ്. 1-2 തൈകൾ നമുക്ക് കായുള്ളതും നോക്കി കിട്ടുന്നതാണ്. പിന്നെ ഈ കാണുന്നതൊക്കെ നമ്മുടെ വിയറ്റ്നാം മാൾട്ടയാണ്. വിയറ്റ്നാം മാൾട്ടയുടെ ഗ്രാഫ്റ്റ് തൈകളാണ്. ഗ്രാഫ്റ്റ് തന്നെ വലുപ്പമുള്ള തൈകൾ. നമുക്ക് ഏകദേശം ഒരു 3 അടി തൊട്ടൊരു 4-4.5 അടി വരെ വലുപ്പമുള്ള തൈകളാണ്. വലിയ ബാഗിലാണ്. നമുക്ക് കവർ ചേഞ്ച് ചെയ്തൊക്കെ വെച്ചാൽ നമുക്ക് അടുത്ത വേനൽക്ക് അല്ലെങ്കിൽ ഒരു 5-6 മാസം കൊണ്ടൊക്കെ തന്നെ നല്ലപോലെ കാശ് കിട്ടും. ഇതിൻ്റെ റേറ്റ് വരിക 600 രൂപയാണ്.
പിന്നെ നമ്മൾ ഈ കാണുന്നതല്ല നമ്മുടെ ബാരിവൺ മാൾട്ടയാണ്. ബാരിവൺ മാൾട്ടയൊക്കെ നമുക്ക് കാഴ്ച തൈകളൊക്കെ അവൈലബിൾ ആണ്. ബാരിവൺ എന്ന് പറയുമ്പോൾ നമുക്ക് ബാക്കിൽ ഈ കോയിൻ പോലത്തെ ഒരു പഞ്ച് വരും ബാരിവണ്ണിന്. വിയറ്റ്നാം മാൾട്ട നമുക്ക് കുറച്ചും സൈസ് വരുന്ന വെറൈറ്റിയാണ്. ബാരിവണ്ണ് വിയറ്റ്നാമിനേക്കാളും മധുരമുള്ള വെറൈറ്റിയാണ്. പക്ഷേ ബാരിവണ്ണ് നമുക്ക് സീസണലാണ്. ആ സീസണിൽ മാത്രമേ കായ്ക്കുള്ളൂ. വലുപ്പം വിയറ്റ്നാമിനെ വെച്ച് നോക്കുമ്പോൾ ഒരു പകുതി വലുപ്പം കാണത്തുള്ളൂ. വിയറ്റ്നാമിൽ നമുക്ക് ഇത്രയും മധുരമില്ല, പക്ഷേ സീസണില്ലാതെ കായ്ക്കും, വലുപ്പമുള്ള കായാണ്. നമുക്ക് ഇതിൻ്റെയും റേറ്റ് വരുന്നത് വലുപ്പമുള്ള തൈകൾ 600 രൂപയാണ്. പിന്നെ നമുക്ക് ഈ കാണുന്നത് നമ്മുടെ ചെറുനാരകത്തിൻ്റെ നോർമൽ ചെറുനാരകത്തിൻ്റെ ലെയർ തൈകളാണ്. മാർക്കറ്റ് ലെമൺ എന്നൊക്കെ പറയും. അതിൻ്റെയും നമുക്ക് ഫ്ലവർ ചെയ്തിട്ടുള്ളതും അല്ലെങ്കിൽ ചെറിയ കായകൾ പിടിച്ചിട്ടുള്ള തൈകളൊക്കെ അവൈലബിൾ ആണ്. ഇതിൻ്റെ ചെറു തൈകളുണ്ട്. ഈ സൈസ് നമുക്കിപ്പോൾ നിലവിലുള്ളത് റേറ്റ് വരുന്നത് ഒരു 500 രൂപയാണ്. ഒരു 3 അടി തൊട്ടൊരു 4 അടി 5 അടി വരെ ഉയരമുള്ള സൈസാണ്. 500 രൂപ. പിന്നെ നമുക്കിവിടെ നമ്മുടെ വെസ്റ്റ് ഇന്ത്യ ചെറിയ തൈകൾ അവൈലബിൾ ആണ്. വലുപ്പമുള്ള ഫ്ലവറുള്ള കായ പിടിച്ചിട്ടുള്ള തൈകൾ. ഇതൊക്കെ നമുക്കൊരു 500 രൂപയിൽ താഴെ മാത്രമാണ് ഇതിൻ്റെയൊക്കെ റേറ്റ് വരിക റീറ്റെയിൽ. പിന്നെ നമുക്കിത് റെഡ് ലെമണാണ്. നമ്മുടെ നാരകത്തിൻ്റെ ഉള്ള് റെഡായിട്ടുള്ള ടൈപ്പ് ലെമൺ. ഈ കാണുന്നതൊക്കെ നമുക്ക് അതിൻ്റെ റെഡ് ലെമണിൻ്റെ കായകളാണ്. നമ്മുടെ കാലാവസ്ഥയിൽ കായ്ക്കാനൊരു തടസ്സമോ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത നാരകമാണ്. ഇതിൻ്റെ റേറ്റ് വരെ നമുക്ക് ഒരു 700 രൂപയ്ക്കാണ് വലിയ തൈകളുടെ റേറ്റ് വരിക. ഇതിൻ്റെ ചെറു തൈകൾ നമുക്കൊരു 175-200 റേഞ്ചിൽ അവൈലബിൾ ആണ്. പിന്നെ നമ്മൾ ഈ കാണുന്നത് നമ്മുടെ മനില ചെറിയ തൈകളാണ്. മനില ചെറി നമുക്ക് ചെറിയ കായുള്ള തൈകളൊക്കെ നിലവിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. മനില ചെറി ഇത് നമുക്കൊരു 6 മാസം പിടിക്കും ഈ ഫ്ലവറായി പഴുത്ത് കിട്ടാൻ വേണ്ടിയിട്ട്. നമുക്ക് റേറ്റ് വരിക ഏകദേശം ഒരു 600-700 റേഞ്ചിലാണ് റീറ്റെയിൽ റേറ്റ് വരിക.